ഈ അടുത്ത കാലം വരെ ഭൗതികവാദം വളരെയധികം ലോകമെങ്ങും പ്രചരിച്ചിരുന്നു. ഭൗതികവാദം പുരോഗമനത്തിൻ്റെ ഭാഗമായി പലരും കരുതിയിരുന്നു. എങ്ങനെയാണ് ഇത് ആരംഭിച്ചത്? ഭൗതികവാദം വളരെ പണ്ടേ ഉള്ള ഒരു സംഗതിയാണ്. ഇന്ത്യയിലെ ചാർവാക സിദ്ധാന്തം എന്നാണ് പറഞ്ഞിരുന്നത്. ബൃഹസ്പതി സിദ്ധാന്തം എന്നൊക്കെ ഇതിനെ വിളിച്ചിരുന്നു. ഏതാണ്ട് 600 BC തൊട്ട് ഈ ഭൗതികവാദം ഇന്ത്യയിലുണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നു. പുരാതന ഗ്രീക്ക് സംസ്കാരത്തിൽ ഭൗതികവാദം ഉണ്ടായിരുന്നു. ഡെമോക്രിറ്റസ് എന്നൊരു ചിന്തകനാണ് പുരാതന ഗ്രീസിൽ ഭൗതികവാദം പ്രചരിപ്പിച്ചിരുന്നത്. 17-18 നൂറ്റാണ്ടുകളിലാണ് ആധുനിക സയൻസ് രൂപം കൊണ്ടത്. ഇതിനു മുമ്പ് ആസ്ട്രോഫിസിക്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഫിസിക്സ് എന്നൊരു ഫോർമൽ ഡിസിപ്ലിൻ കൊണ്ടുവന്നത് സർ ഐസക് ന്യൂട്ടനാണ്. അദ്ദേഹം മാത്തമാറ്റീഷ്യനും ഫിസിസിസ്റ്റും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് ശേഷമാണ് ഫിസിക്സ് ഒരു ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് ഡെവലപ്പ് ചെയ്തത്. സയൻസ് എന്ന പദം ഉപയോഗിച്ചത് ന്യൂട്ടൻ്റെ അവസാന കാലത്താണ്. അപ്പോൾ ന്യൂട്ടൻ ഈ സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഈ ചലനത്തിൻ്റെ നിയമങ്ങളും ഗുരുത്വാകർഷണത്തിൻ്റെ നിയമങ്ങളും ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഇത് ഭൗതികമായ റിയാലിറ്റിയെ കുറിച്ചുള്ള തത്വങ്ങളാണ്. അപ്പോൾ ഇതിനപ്പുറത്ത് ഒന്നും കണ്ടുപിടിക്കാനില്ല, എല്ലാം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ആത്മീയത ഒന്നും ആവശ്യമില്ല, സയൻസ് മതി എന്നൊരു ചിന്താഗതി പ്രചരിച്ചു. പക്ഷേ ന്യൂട്ടൻ തന്നെ ഇങ്ങനെ ചിന്തിച്ചില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കണ്ടുപിടിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരു കുട്ടി കടൽപ്പുറത്തിരുന്ന് കുറേ കക്ക വാരി മനസ്സിലാക്കുന്ന അത്രയേ ഉള്ളൂ. ഇനി അനന്തമായ കടൽ പോലെ മനസ്സിലാക്കാൻ ഇനി കിടക്കുന്നു എന്ന് വളരെ താഴ്മയോടുകൂടിയാണ് ന്യൂട്ടൻ തൻ്റെ കണ്ടുപിടുത്തങ്ങളെപ്പറ്റി പറഞ്ഞത്. അപ്പം അദ്ദേഹം ഈശ്വര നിഷേധം നടത്തിയിട്ടുമില്ല. ഒരു ആദ്യ കാരണം എന്നുള്ള നിലയ്ക്ക് ഈശ്വരൻ ഉണ്ടെന്നാണ് ന്യൂട്ടൻ തന്നെ പറഞ്ഞത്. പക്ഷേ ഈ സയൻസ് എന്നുള്ള ഒരു ആശയം പ്രചരിച്ചതോടെ ഭൗതികവാദം വളരെയധികം ശക്തമായി. അപ്പോൾ ഇനി കവിതയുടെയും സംഗീതത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പറയാനുള്ള കാര്യം ഗദ്യത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എഴുതിയാൽ മതി. എന്തിനാണ് കവിതയിൽ ഇത് ബന്ധിക്കുന്നത്? എന്താണ് സംഗീതം? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ദൈവമില്ല, മതമല്ല, ഇപ്പോൾ ഉടനെ തീരും. സയൻസ് ആണ് ഇനിയുള്ള കാലത്ത് നമുക്ക് വേണ്ടത്. മതമൊന്നും ആവശ്യമില്ല, ഇതൊക്കെ അന്ധവിശ്വാസമാണ്. ഈ പള്ളികളെല്ലാം ഫാക്ടറികളായിട്ട് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഭൗതികവാദ സംഘടനകളുണ്ടായി. ഇതിന് 18-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലമായപ്പോഴേക്കും വലിയ ശക്തമായ പ്രചാരണമുണ്ടായി. 1885 ദ റാഷണലിസ്റ്റ് അസോസിയേഷൻ സ്ഥാപകമായത്. അപ്പോൾ വളരെയധികം ആളുകളുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന ഈ ദ റാഷണലിസ്റ്റ് അസോസിയേഷൻ പോലെയുള്ള നിരവധി സംഘടനകൾ ഉണ്ടായി. സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിക്കണം, വിശ്വാസമൊന്നും ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതികളാണ് പ്രചരിച്ചത്.
അപ്പോൾ ഈ മത സംഘടനകൾക്ക് ഈ ശക്തമായ എതിർപ്പിനെ നേരിടേണ്ടി വന്നു. അപ്പോൾ ഇത് 19-ാം നൂറ്റാണ്ടിലും മതാതിർത്തികാരെ പ്രചരിച്ചു. പക്ഷെ 18-ാം നൂറ്റാണ്ടാണ് സെഞ്ചുറി ഓഫ് മെറ്റീരിയലിസം, അതായത് ഭൗതിക വിശ്വാസത്തിൻ്റെ നൂറ്റാണ്ടായി അറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഇതിന് ചെറിയ മാറ്റം വന്നു. പിന്നെ ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി സിദ്ധാന്തം വന്നപ്പോഴാണ് എല്ലാം റിലേറ്റീവാണെന്നും ഈ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഒന്നിൻ്റെയും അന്തിമ വാക്കല്ലെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായത്. എന്ന് തന്നെയല്ല, ഐൻസ്റ്റൈൻ ഒരു ഭൗതികവാദി അല്ല എന്നുള്ളതും വളരെ ക്ലിയറായി. താൻ സ്പിനോസായുടെ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. സ്പിനോസായുടെ ദൈവം എന്ന് പറഞ്ഞാൽ പാൻസൈക്കിസമാണ്. ഇതെല്ലാം കോൺഷ്യസ്നെസ്സിൻ്റെ, ബോധത്തിൻ്റെ പ്രകൃത രൂപമാണെന്നുള്ള ഒരു ആശയമാണ് സ്പിനോസായുടെ ഫിലോസഫി. അപ്പോൾ ഐൻസ്റ്റൈൻ അതിനെയാണ് സപ്പോർട്ട് ചെയ്തത്. പിന്നെ ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തെ ഐൻസ്റ്റൈൻ ചോദ്യം ചെയ്തു. ഒരു ലിമിറ്റഡ് ഫ്രെയിം വർക്കിൽ ന്യൂട്ടൻ്റെ ഫോർമുല വർക്ക് ചെയ്യും. പക്ഷേ ആത്യന്തികമായി ഈ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ് ഐൻസ്റ്റൈൻ വ്യാഖ്യാനിച്ചത്. അപ്പോൾ ഈ ന്യൂട്ടൺ ഒന്നിൻ്റെയും അന്തിമ വാക്കല്ല. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ ശാസ്ത്ര നിയമങ്ങളും മാറ്റേണ്ടി വരും. 19-ാം നൂറ്റാണ്ടിന് മുമ്പ് ഈ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, അതായത് എനർജി അല്ലെങ്കിൽ മാസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ പിൽക്കാലത്ത് അങ്ങനെയല്ല. ശൂന്യതയിൽ നിന്ന് മാറ്റർ തന്നെ ഉണ്ടാകും എന്ന് ക്വാണ്ടം ഫീൽഡ് തിയറി പ്രൂവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ എല്ലാം ഒരു വിശാലമായ ഫ്രെയിം വർക്കിലേക്ക് പോകുമ്പോൾ കൂടുതൽ പുതിയ വ്യാഖ്യാനങ്ങൾ ആവശ്യമാണെന്നുള്ള ഒരു നിലയിലേക്ക് ശാസ്ത്രം പുരോഗമിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് മാത്രമല്ല സത്യം, കാണുന്നതിനപ്പുറത്ത് ധാരാളം കാര്യങ്ങളുണ്ടെന്ന് ശാസ്ത്രം തെളിയിച്ചു. ഇന്ന് 5% മാത്രമേ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന റിയാലിറ്റി ഉള്ളൂ. 95% ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററുമാണ് എന്നാണ് ഫിസിക്സ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും അന്തിമമായ കാരണം നമ്മൾ പറഞ്ഞെങ്കിലേ ഏത് തിയറിയും പൂർണ്ണമാവുകയുള്ളൂ. ഈ അന്തിമ കാരണം ഒരിക്കലും ഒരു മെറ്റീരിയലിസ്റ്റിക് ഫ്രെയിം വർക്കിൽ വിശദീകരിക്കാൻ സാധ്യമല്ല. നമ്മൾ കുറേ പരസ്പര ബന്ധങ്ങൾ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒരു അന്തിമമായ പൂർണ്ണ വിശദീകരണം എപ്പോഴും ഒരു കോൺഷ്യസ്നെസ്സിനെ അടിസ്ഥാനമാക്കിയേ പറ്റുള്ളൂ എന്നുള്ള നിലയിലേക്ക് ശാസ്ത്രം പുരോഗമിച്ചു. 20-ാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഈ മെറ്റീരിയലിസം വളരെയധികം വീക്കായി. 20-ാം നൂറ്റാണ്ടിനെ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയുടെ നൂറ്റാണ്ടെന്നാണ് പറയുന്നത്. അതായത് ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി ആരംഭിക്കുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടാണ്. 20-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും മെറ്റീരിയലിസം ഏതാണ്ട് പുറന്തള്ളപ്പെട്ടു. തൽസ്ഥാനത്ത് ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഡോഗ്മാറ്റിക്കായിട്ടുള്ള മതവിശ്വാസങ്ങൾക്കെല്ലാം കോട്ടം തട്ടിയെങ്കിലും സ്പിരിച്വാലിറ്റി എന്നുള്ള ഒരാശയം കൂടുതൽ ശക്തമായി വരികയാണ്. ആരും ഒരു പ്രത്യേക മതത്തിൽ കടിച്ചു തൂങ്ങുന്നില്ല. പക്ഷേ ഒരു സ്വതന്ത്രമായിട്ട് എല്ലാ മതങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക,
അതിനാണ് ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. 1960 ആയപ്പോഴേക്കും ഹിപ്പിയിസം തുടങ്ങി. ഹിപ്പിയിസം പെട്ടെന്ന് അവസാനിച്ചെങ്കിലും ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി അവസാനിച്ചില്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആയപ്പോഴേക്കും അത് കൂടുതൽ ശക്തമാവുകയും ശാസ്ത്രത്തിൽ തന്നെ അതിന് കടന്നുകയറ്റം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ ഭൗതികവാദ സംഘടനയിലൊക്കെ ആള് കുറയാൻ തുടങ്ങി. ഇപ്പോൾ ഏറ്റവും അറിയപ്പെടുന്ന ഭൗതികവാദ സംഘടന ദ റാഷണലിസ്റ്റ് അസോസിയേഷൻ തന്നെയായിരുന്നു. അതിൽ മെമ്പർഷിപ്പ് 21-ാം നൂറ്റാണ്ടായപ്പോഴേക്കും തീരെ കുറഞ്ഞു. 2025 ജനുവരിയിൽ ദ റാഷണലിസ്റ്റ് അസോസിയേഷൻ പൂർണ്ണമായിട്ടും അവസാനിച്ചു. അത് 1885 തുടങ്ങി വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ദ റാഷണലിസ്റ്റ് അസോസിയേഷൻ 2025 ജനുവരിയിൽ വേറൊരു സംഘടനയിൽ ലയിച്ചു. ദ ഹ്യൂമനിസ്റ്റ് അസോസിയേഷൻ എന്ന UK തന്നെയുള്ള വേറൊരു സംഘടനയിൽ ലയിച്ച് ദ റാഷണലിസ്റ്റ് അസോസിയേഷൻ ഇല്ലാതാവുകയാണ് ചെയ്തത്. ദ ഹ്യൂമനിസ്റ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫിലോസഫിയാണ്. അവർ ഒന്നിനെയും നിഷേധിക്കുന്നില്ല. അവർ ഈശ്വരനെയോ മതങ്ങളെയോ ഒന്നും പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നില്ല. മനുഷ്യത്വത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അപ്പോൾ ഈ മനുഷ്യത്വത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞാൽ തികച്ചും ഒരു ഭൗതികവാദ ചിന്താഗതിയിൽ നിന്ന് ഒന്നിനും പ്രാധാന്യം കൊടുക്കണമെന്ന് പറയാനൊക്കത്തില്ല. തികച്ചും ഭൗതികവാദമായ ഒരു കാഴ്ചപ്പാടിൽ സ്വാർത്ഥതയ്ക്ക് മാത്രമേ എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ല, മറ്റു മനുഷ്യർക്കും പ്രാധാന്യം കൊടുക്കണമെന്ന് പറയണമെങ്കിൽ ഭൗതികത്തിന് അതീതമായ എന്തെങ്കിലും ഒന്ന് സങ്കല്പിച്ചേ പറ്റുള്ളൂ. കാരണം പ്രാചീന ഭൗതികവാദ സിദ്ധാന്തങ്ങളൊന്നും മനുഷ്യത്വത്തിന് ഒരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല. അവർ ഇന്ദ്രിയ സുഖത്തിന് മാത്രമേ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ശാസ്ത്രം പുരോഗമിക്കണമെങ്കിലും അതിന് ഒരു മൂല്യം വേണം. വെറുതെ ഇന്ദ്രിയ സുഖത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരാൾ ഒരു ലാബറട്ടറിയിൽ അഹോരാത്രം പണിപ്പെട്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്താൻ വേണ്ടി മെനക്കെടുകയില്ല. അതിന് കുറച്ച് ആത്മത്യാഗവും സ്ഥിരോത്സാഹവും മൂല്യാധിഷ്ഠിതമായ ഒരു താത്വിക അടിസ്ഥാനവും ആവശ്യമാണ്. ഏതായാലും 2025 ജനുവരിയിൽ ദ റാഷണലിസ്റ്റ് അസോസിയേഷൻ പൂട്ടിയതോടെ ഒരു ഫോർമലായിട്ടുള്ള ഭൗതികവാദ പ്രസ്ഥാനത്തിനും ഒരു അന്ത്യം വന്നിരിക്കുകയാണെന്ന് പറയാം.